എഗ് പിക്കപ്പിൻ്റെ ഡേയിൽ എഗ്ഗും ഉണ്ടാവും സ്പേമും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല എഗ്ഗ്, മെച്ചുറായ നോർമലായ എഗ്ഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വൽ സ്പേമിൻ്റെയും എഗ്ഗിൻ്റെയും ഏതാണ്ട് 200 ടൈംസ് വലുപ്പത്തിലാണ് ഞങ്ങൾ ഇതിനകത്തൂടെ ഇതിനെ നോക്കി മനസ്സിലാക്കുന്നത്. ഹലോ, ഞാൻ ശ്യാം ശ്രീധരൻ, സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിലെ ചീഫ് എംബ്രിയോളജിസ്റ്റാണ്. സാധാരണഗതിയിൽ നമ്മൾ IVF എന്ന് എല്ലാ പേഷ്യൻസും IVF എന്ന് കേട്ടിട്ടുണ്ട്. IVF ആണ് നമുക്ക് ചെയ്യുന്നതെന്നും അവർക്കറിയാം. എന്നാൽ ആക്ച്വലി എന്താണ് IVFൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയുന്നില്ല. സോ അതുകൊണ്ട് അപ്പം ഞാൻ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ചുരുക്കി ഞാൻ പറയാം. അപ്പം IVFൻ്റെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ IVFലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ പ്രൊസീജിയർ ICSI എന്ന് പറയുന്ന പ്രൊസീജിയറാണ് നമ്മൾ വൈഡ്ലി ചെയ്യുന്നത്. അപ്പം അത് ICSI എന്ന് പറഞ്ഞാൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. എഗ് പിക്കപ്പിൻ്റെ ഡേയിൽ എഗ്ഗും ഉണ്ടാവും സ്പേമും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല എഗ്ഗ്, മെച്ചുറായ നോർമലായ എഗ്ഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം എഗ് പിക്കപ്പിൻ്റെ ഡേയിൽ എഗ്ഗും ഉണ്ടാവും സ്പേമും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല എഗ്ഗ്, മെച്ചുറായ നോർമലായ എഗ്ഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഹസ്ബൻഡിൻ്റെ ഏറ്റവും നല്ല മോർഫോളജിക്കലി കാണാൻ ഏറ്റവും നല്ല ബീജവും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോ എഗ്ഗിനകത്തേക്കും ഓരോ സ്പേം നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ഉറപ്പ് വരുത്തുന്നു എന്ന് വെച്ചാൽ ഈ സ്പേം എഗ്ഗിനകത്ത് എത്തി എന്നുള്ള ആ പ്രൊസീജിയർ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. പിന്നീട് അത് വീണ്ടും നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് വെച്ചിട്ട് അത് നെക്സ്റ്റ് ഡേ അത് ഫെർട്ടിലൈസേഷൻ ആയോ, അതായത് ബീജസങ്കലനം നടന്നോ എന്നാണ് അടുത്ത സ്റ്റെപ്പ് നോക്കുന്നത്. അപ്പം ICSI ചെയ്യുന്ന മെഷീനാണ് ഈ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. ICSI ചെയ്യുന്ന മെഷീൻ ICSI മെഷീനാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങൾ. ഇതൊരു മൈക്രോസ്കോപ്പ് ഉണ്ട്, അതുകൂടാതെ ഒരു മൈക്രോ മാനിപ്പുലേറ്ററും ഉണ്ട്. അപ്പോൾ ഈ മൈക്രോ മാനിപ്പുലേറ്ററിൽ ഉപയോഗിച്ചിട്ട് കുറേ ജോയ്സ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അപ്പോൾ ആക്ച്വൽ സ്പേമിൻ്റെയും എഗ്ഗിൻ്റെയും ഏതാണ്ട് 200 ടൈംസ് വലുപ്പത്തിലാണ് ഞങ്ങൾ ഇതിനകത്തൂടെ ഇതിനെ നോക്കി മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ, നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ ഇതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എന്നിട്ടാണ് നമ്മൾ ഒരു സ്പേമിനെ എടുത്തിട്ട് ഒരു എഗ്ഗിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് അത് ഉറപ്പ് വരുത്തുന്നത് അത് നടന്നു എന്നുള്ളത്. അപ്പോൾ അത് വളരെ ക്രിട്ടിക്കലായിട്ട് ഈ ലാബിനകത്ത് മാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ICSI. അപ്പോൾ അത് കറക്റ്റായിട്ട് നടന്നാലാണ് നമുക്കത് ആ എംബ്രിയോ പിന്നീട് നല്ലൊരു വളർച്ചയും നല്ലൊരു എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന്. അതിപ്പോൾ ലൈവായിട്ട് നമുക്കത് കാണിക്കാൻ പറ്റില്ല, കാരണം അത് ചെയ്യുമ്പോൾ നമ്മൾ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ അതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു ICSI എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മളിവിടെ ചെയ്ത ഒരു ICSI റെക്കോർഡ് ചെയ്തത് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു എഗ്ഗ്. ഇത് മെച്ചുറായ എഗ്ഗാണ്. അപ്പം ഇവിടെ ഒരു പോളാർ ബോഡി എന്ന് പറയുന്ന ഒരു ഫ്രാഗ്മെൻ്റ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണത്. ആ പോളാർ ബോഡി ഉണ്ടെങ്കിലാണ് അത് മെച്ചുർ എഗ്ഗ് എന്ന് പറയാം. എന്നിട്ട് എഗ്ഗിനെ ഇവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷം സ്പേം, ഇതാണ് ഈ കാണുന്നതാണ് സ്പേം. ഇതൊരു നീഡിലാണ്, നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ നീഡിൽ സ്പേമിനെ എടുത്തിട്ട് സ്പേമിനെ നമ്മൾ എഗ്ഗിനകത്തേക്ക് ആദ്യം എഗ്ഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം എഗ്ഗിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതോടുകൂടി ആ ICSI അവിടെ കഴിഞ്ഞാൽ ICSI കംപ്ലീറ്റ് ആയി. സോ അപ്പം ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ICSI എന്നുള്ള പ്രൊസീജിയർ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. താങ്ക് യു.